നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ വിവിധ അപകടങ്ങളിൽ മരിച്ചത് 6 പേർ. വൈക്കം തലയോലപ്പറമ്പിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് കരിപ്പാടം സ്വദേശികൾ. കോഴിക്കോട് തോട്ടുമുക്കത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. മലപ്പുറം തിരൂരങ്ങാടിയിലുണ്ടായ വാഹനാപകടത്തിലും 2 മരണം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരത്തേക്ക്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. ആക്രമണമുണ്ടായത് രാജമലയിൽ. ഓട്ടോറിക്ഷയും സമീപത്തെ പെട്ടിക്കടയും തകർത്ത് കാട്ടാന. തിരുവനന്തപുരം ആര്യനാട്ട് പീഡനക്കേസിലെ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഡോക്ടർക്കെതിരെ കേസ്. പരാതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പുതിയ കേസ്. പീഡനക്കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരന് നേരെ അമ്മയുടെ ക്രൂരത. നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിന് ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചു. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുഞ്ഞ് ചികിത്സയിൽ. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് അമ്മ തന്നെ. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര ഒഡീഷ തീരം തൊടും. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? ആര്യ, സെപ്റ്റംബർ 30-ാം തീയതി വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരാൻ സാധ്യതയെന്നാണ് അറിയിപ്പുള്ളത്. ഇന്നലെ തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴ ലഭിച്ചതെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്ന് അറിയിപ്പുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകൾക്ക് എല്ലാം ഇപ്പോൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും അവരോട് കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ കടലിൽ 40 മുതൽ 50 വരെ km/h വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ്. ഇത് ചില സന്ദർഭങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ ഉയരാനും സാധ്യതയുണ്ട്. ഇത് കാരണമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇവരോട് കടലിൽ പോകരുതെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദമാണ് ഇത്തരത്തിൽ ഈ മഴ ശക്തമാകാൻ കാരണം. ഇത് ഇന്ന് ആന്ധ്ര ഒഡീഷ തീരത്ത് തൊടുമെന്നാണ് അറിയിപ്പുള്ളത്. ഇപ്പോൾ ഇതോടുകൂടി വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മഴ കനക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 30 വരെ കനത്ത മഴ തുടരും. അതിനുശേഷമായിരിക്കും കാലവർഷം അത് ദുർബലമാവുക എന്നാണ് നിലവിലുള്ള അറിയിപ്പ്. ആര്യ, അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്ത് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വയോധികയ്ക്ക് പരുക്ക്. കുണ്ടറയിൽ 30 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. പെരുമ്പുഴ സ്വദേശി ഗിരിജയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റു. മണ്ണിനടിയിൽ അകപ്പെട്ട ഗിരിജയെ നാട്ടുകാരാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചമ്മ. കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായിരുന്നു. അമ്മയുടെ ആക്രമണം 4 ദിവസം മുൻപായിരുന്നു സംഭവം. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം തോന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കനകക്കുന്ന് പോലീസ് കേസെടുത്തു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ചരണിലേക്ക് വരാം. ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പൊള്ളി എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽഫെയറിൽ വിളിച്ച് പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ
വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിൻ്റെ അകത്തിൽ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത്. അത് 2 ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനകക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകുന്നു. എങ്ങനെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അതിക്രൂരമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. ആ കുഞ്ഞിന്റെ പിൻഭാഗത്ത് 2 ഇടങ്ങളിലായും കാലിന്റെ സൈഡിലുമായാണ് പൊള്ളൽ ഏറ്റിരിക്കുന്നത്. നല്ല പൊള്ളൽ തന്നെയാണ്, ആഴത്തിലുള്ളതല്ല, പക്ഷെ എങ്കിൽ പോലും വലിയ വട്ടത്തിൽ തന്നെ ആ കുഞ്ഞിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പൊള്ളൽ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ സഹിക്കില്ല. അതുപോലെയാണ് അങ്ങനൊരു സംഭവം, ക്രൂരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കായംകുളം കണ്ടലൂർ പഞ്ചായത്തിലാണ്. കണ്ടലൂർ പഞ്ചായത്ത് കഴിഞ്ഞ 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് കനകക്കുന്ന് പോലീസ് വിശദീകരിക്കുന്നത്. ഈ കുട്ടിയും അമ്മയും ഉണ്ട്, അമ്മയും അമ്മുമ്മയും ഉണ്ട്. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ കുഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിൽ മലമൂത്ര വിസർജനം നടത്തിയതിലുള്ള പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മ ഇങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു സംഭവം ചെയ്തതെന്നാണ് പറയുന്നത്. അവര് ആശുപത്രിയിൽ ഈ കുട്ടിയെ എത്തിക്കുമ്പോൾ പറഞ്ഞത്, തൊട്ടടുത്ത് തന്നെ പറവൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ അന്ന് എത്തിച്ച സമയത്ത് പറഞ്ഞത് ഈ കുട്ടി ദോശക്കല്ലിൽ കയറി ഇരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ കുട്ടിയുടെ 2 സൈഡിലും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി വെച്ച് പൊള്ളിച്ചതുപോലെ തന്നെയാണ്, ചട്ടകമോ എന്തോ ഉപയോഗിച്ചാണ് പൊള്ളലേൽപ്പിച്ചത്. ആ രീതിയിലാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഉള്ളത് എന്നുള്ളതാണ്. അച്ഛൻ പട്ടാളത്തിലാണ് ഉള്ളത്. അദ്ദേഹം വരുന്നതിന് വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ കുഞ്ഞ് പോലീസിനോട് പറഞ്ഞു അമ്മ പൊള്ളലേൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കുട്ടി മൊഴി മാറ്റി പറഞ്ഞു. അമ്മ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും കുട്ടിക്ക് അമ്മയോട് വലിയ അറ്റാച്ച്മെന്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കുഞ്ഞ് താൻ കയറി ഇരുന്നതാണ് എന്നുള്ള രീതിയിൽ കുഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചൈൽഡ് വെൽഫെയർ പ്രവർത്തകർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലും കുഞ്ഞ് പല രീതിയിൽ മാറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. കുട്ടിയെ പൊള്ളൽ ഏൽപ്പിച്ചതാണ്. പിൻഭാഗത്ത് 2 ഇടങ്ങളിലായും കാലിന്റെ തുടയുടെ ഇടത് ഭാഗത്തായിട്ടുമാണ് കുഞ്ഞിന് പൊള്ളലേറ്റുള്ളത്. ഇടത് ഭാഗത്ത് 2 സ്ഥലത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒരാൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമല്ല. ഇങ്ങനെ കുട്ടിയെ പല സ്ഥലങ്ങളിലായി പൊള്ളലേൽപ്പിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ 4 വയസ്സാണ് ആ കുഞ്ഞിനെ ഉള്ളത്, ആൺകുട്ടിയാണ്. അപ്പോൾ ഈ കൊച്ച് അമ്മയുമായി വലിയ അറ്റാച്ച്മെന്റ് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ നാട്ടിലേക്ക് എത്താനുള്ള അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരുന്നു. കാരണം വീടിന്റെ പെരവാസത്തിൽ കഴിഞ്ഞിട്ട് അച്ഛൻ പോയതേ ഉള്ളൂ, അവധി കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അതിന്റെ പിന്നാലാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അച്ഛന്റെ അമ്മ വീട്ടിൽ വരുമ്പോൾ കുട്ടി പാൻറ് ഇട്ടാണ് നിൽക്കുന്നത്. കുട്ടിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവർ നടത്തിയ പരിശോധനയിൽ ഈ കുഞ്ഞിന്റെ ശരീരത്തെ ഈ ഭാഗത്ത് ഇത് കാണുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ശരണ്യ സ്നേഹിതരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ദേശീയപാതയിൽ മലപ്പുറം VK പടിക്ക് സമീപം വലിയ പറമ്പിൽ വാഹനാപകടത്തിൽ 2 മരണം. വയലത്തൂർ സ്വദേശി ഉസ്മാൻ, വള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാർ ഇടിച്ചാണ് അപകടം. കോട്ടയം വൈക്കം തലയോലപ്പറമ്പ് തലപ്പാറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കരിപ്പാടം സ്വദേശി മുർത്താസ് അലി, റഷീദ്, വൈക്കം സ്വദേശി റിദ്ദിഖ് എന്നിവരാണ് മരിച്ചത്. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ഇവരുടെ സുഹൃത്തിനെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, തുടരെ ഈ അപകട വാർത്തകളാണ് ഇന്ന് നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തലയോലപ്പറമ്പ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ തലപ്പാറ എന്ന സ്ഥലമുണ്ട്. അവിടെ കുങ്ങിണിമുക്കിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്.
കാറ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടം. അപകടത്തിൽ ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാരും മറ്റും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഈ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ മുർത്താസ് അലി റഷീദും 27 വയസ്സാണുള്ളത്. ഒപ്പം തന്നെ വൈക്കം സ്വദേശി റിദ്ദിക്ക് 29 വയസ്സ്. ഇവർ രണ്ടുപേരുമാണ് മരിച്ചത്. ഇവരുടെ സുഹൃത്തായ റഷീദിനെ പൊതിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. റിദ്ദിഖിന് മുട്ടുചിറയിലെ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത്. ഈ മുർത്താസിനെ പൊതിയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ആയിട്ടില്ല. തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. തുടർന്ന് പോലീസ് എത്തി ഇവിടെ വേണ്ട മേൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഗതാഗത കുരുക്കും രാത്രി ഈ മേഖല ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഇടിയുടെ ആഘാതത്തിൽ ഈ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. തീർച്ചയായും ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് തോട്ടുമുക്കം പനംപിലാവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. കക്കാടംപൊയിൽ നിന്ന് വന്ന ബൈക്ക് റോഡരികിലെ പറമ്പിലേക്ക് തെന്നി വീണായിരുന്നു അപകടം. ചൂളാട്ടിപ്പാറ സ്വദേശികളായ സൂരജ്, മുഹമ്മദ് ഷാനിദ് എന്നിവരാണ് മരിച്ചത്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. രാജമലയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ഒരു ഓട്ടോയും സമീപത്തെ പെട്ടിക്കടയും കാട്ടാന തകർത്തു. തിരുവനന്തപുരം ആര്യനാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത് പോലീസ്. ബൈക്ക് അപകടത്തെ തുടർന്ന് ആയുർവേദ ചികിത്സയ്ക്കെത്തിയ യുവതിയെ വെമ്പായം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ഫക്രുദ്ദീൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇരയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പുതിയ കേസ്. എന്റെ കാല് പിടിച്ചാൽ ഇപ്പൊ ഞാൻ പാർട്ടിയിൽ കയറ്റിയത് അറിയാം. എന്റെ കാല് പിടിച്ചുകൂടെ ഞാൻ കയറ്റിയത് അങ്ങനെയാണ്. പക്ഷെ മനു ഞാൻ വേറെ ഒന്നും പറയില്ല. മനുവിന് എനിക്കൊന്ന് കാണണം നാളെ. ഞാൻ അവിടെ വെച്ച് കളയാം, വേറെ കുഴപ്പമില്ല. അവിടെ വെച്ച് കളയാം പോരെ. കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിഭാഗം ഇരയുടെ കുടുംബവുമായി സംസാരിച്ച ശബ്ദരേഖയാണിത്. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ നിന്നും പിന്നോട്ടു പോകാൻ പ്രതിയുടെ ഭാഗത്തു നിന്നും ഇരയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായെന്നാണ് കുടുംബം പറയുന്നത്. വലിയ തുക നൽകാമെന്ന വാഗ്ദാനം ഇരയും കുടുംബവും തള്ളിയതോടെ ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുവെന്ന് കുടുംബം പറഞ്ഞു. 3 ലക്ഷം രൂപ തരാം, ഈ കേസ് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ ആദ്യം മാന്യമായുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മളെ കള്ളക്കാശി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ചാനലിൽ വന്നത്. ബൈക്ക് അപകടത്തെ തുടർന്ന് ഏപ്രിൽ 17 വെമ്പായം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ഡോക്ടർ ഫക്രുദ്ദീൻ ജാതി അധിക്ഷേപം നടത്തിയെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. ഈ കേസിൽ നിന്നും പിന്തിരിയാനായി യുവതിക്കെതിരെ പ്രതിഭാഗം കള്ളക്കേസ് കൊടുത്തു എന്നും യുവതി പറഞ്ഞു. അവരെ കുടുംബ ചരിത്രം അറിഞ്ഞാണ് അവരെ മോള് ഡോക്ടർ, അവരെ ഭാര്യ ഡോക്ടർ, ഭർത്താവ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഞാൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് എന്റെ പേര് കള്ളക്കേസ് കൊടുത്തു. അപ്പോൾ ഞാൻ അതല്ലെന്നുള്ള കാര്യം ഇവിടെ കോടതിക്ക് തെളിഞ്ഞു, സത്യത തെളിഞ്ഞു. അതുകൊണ്ട് അവർ അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ ഹൈക്കോടതി വെച്ച് തന്നെ അവർ കൊടുത്ത കേസ് ജഡ്ജി വിളിച്ചു പറഞ്ഞായിരുന്നു. തുടക്കത്തിൽ ഫോൺ വിളികളിലൂടെ മാത്രം ഉണ്ടായിരുന്ന ഭീഷണി പിന്നീട് വീട്ടിൽ നേരിട്ടെത്തി ആരംഭിച്ചതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.